അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന കേരള അസംബ്ലി ഇലക്ഷന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. പൊതുജനം കഴുതകളല്ല എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾ കാണിച്ചു കൊടുത്തു എന്ന് തന്നെ ഈ ഒരു ഇലക്ഷനെ പറ്റി പറയാൻ പറ്റും. നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ സാറ് പറഞ്ഞതുപോലെ തന്നെ 100+ UDF 100+ സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിലേറുമെന്ന് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരിക്കുകയാണ്. 102 സീറ്റുകൾ നേടിക്കൊണ്ട് UDF ഇപ്പം അധികാരത്തിലേറാനായിട്ട് പോവുകയാണ്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം UDF മന്ത്രിസഭയിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഈ പറയുന്ന വി.ഡി. സതീശൻ സാറ് പ്രതിപക്ഷ നേതാവായിട്ട് വന്നതിന് ശേഷം UDFന് കിട്ടിയ ഈ ഒരു വിജയം ഇതിനു മുമ്പുള്ള ഒരു വർഷത്തിലും UDFന് ഇത്രയും വലിയൊരു വിജയം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിജയം ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ജനങ്ങളോട് ഇടതുപക്ഷ സർക്കാരും ഈ പറയുന്ന മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനൊക്കെ ചെയ്ത പല കാര്യങ്ങളും ജനങ്ങൾ ചൂണ്ടിക്കാണിച്ച, അല്ലെങ്കിൽ അവർ ചെയ്ത ഓരോ തെറ്റുകളും ജനങ്ങൾ ശക്തമായിട്ട് എതിർത്തതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ പറയുന്ന ഇലക്ഷൻ റിസൾട്ട്. UDF 140 സീറ്റുകളിൽ 102 സീറ്റുകളും സ്വന്തമാക്കിക്കൊണ്ട് മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുകയാണ്. LDFന് നേടാൻ സാധിച്ചത് വെറും 35 സീറ്റുകൾ മാത്രമാണ്. അതുമാത്രമല്ല, BJP നമ്മുടെ NDA കേരളത്തിൽ അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നു. 3 സീറ്റുകൾ ഈ ഒരു കേരളത്തിൽ നേടിയെടുക്കാനായിട്ട് BJP സർക്കാരിനും സാധിച്ചിട്ടുണ്ട്. അത് അവരുടെ ഒരു മുന്നേറ്റത്തിൻ്റെ ഒരു ആദ്യ പടിയായിട്ട് നമുക്ക് ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിനെ കാണാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഈ പറയുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, വെറും 6 മന്ത്രിമാർ മാത്രമാണ് വിജയിച്ചത്. ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരും പരാജയപ്പെട്ടു. ഈ പറയുന്ന ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം നമ്മുടെ വി.ഡി. സതീശൻ സാറ് ഇരുന്ന ഒരു പ്രസ് കോൺഫറൻസിൽ ഈ പറയുന്ന ആങ്കർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്ന ഒരു രീതിയുണ്ട്. അതായത്, എൻ്റെ പ്രഡിക്ഷനിൽ എനിക്ക് തെറ്റുപറ്റി പോയത് ഒരേ ഒരു കാര്യത്തിലേ ഉള്ളൂ. അതായത് LDF സർക്കാരിൻ്റെ 1 ഡസൻ മന്ത്രിമാർ മാത്രം തോക്കുമെന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നത്. പക്ഷേ അതിലേറെ മന്ത്രിമാർ ഇത്തരത്തിൽ പരാജയപ്പെടുമെന്നുള്ള കാര്യം അദ്ദേഹം പോലും വിചാരിച്ചിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയൻ സാറിൻ്റെ കാര്യം, പുള്ളിക്കാരൻ്റെ മണ്ഡലത്തിൽ ഏറ്റവും അവസാനം വരെ ഭയങ്കരമായിട്ട് പിന്നിലായിരുന്നു വോട്ടിങ്ങിൽ. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെയും ആ ഒരു കമ്മ്യൂണിസത്തിൻ്റെയും ഈ കഴിഞ്ഞ 10 വർഷത്തെ ഭരണം ജനങ്ങൾ എങ്ങനെയാണെന്നും ജനങ്ങൾക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും അവർ ചെയ്ത പല കാര്യങ്ങളും ജനങ്ങൾക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തതാണെന്നൊക്കെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇലക്ഷനിൽ ഒട്ടും നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്തൊരു വ്യക്തിയാണ് വി.ഡി. സതീശൻ സാർ. അദ്ദേഹം മുഖ്യമന്ത്രി ആയിട്ട് തന്നെ ഈ ഒരു സർക്കാരിനെ മുന്നിൽ നിന്ന് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് എൻ്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത്. മിക്ക ജനങ്ങളുടെയും താല്പര്യം അതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വി.ഡി. സതീശൻ സാർ ഈ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ്റെ ഭാഗമായിട്ടും അദ്ദേഹം ഒരു എക്സ്പെക്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്ര പേര് ജയിക്കും, ഇത്ര മണ്ഡലങ്ങൾ കിട്ടും, ഇത്ര മുനിസിപ്പാലിറ്റി കിട്ടും, ഇത്ര കോർപ്പറേഷൻ കിട്ടും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത് അച്ചട്ട് പോലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇലക്ഷൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നി ചിലപ്പോൾ ഒരു അക്കിനി പറ്റുമെന്നുള്ള കാര്യം. പക്ഷേ നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചുകൊണ്ട് 100+ സീറ്റ് UDF നേടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100+ തന്നെ നേടിക്കൊണ്ട് ഈ ഒരു UDF സർക്കാരിനെ അധികാരത്തിലേറിക്കാനായിട്ട് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശൻ സാർ മാത്രമല്ല, എല്ലാവർക്കും ഒരുമിച്ച് നിന്ന എല്ലാവർക്കും ഈ ഒരു UDF സർക്കാരിനെ അധികാരത്തിലേറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുന്ന 2026 മുതൽ 2031 വരെയുള്ള വർഷത്തിൽ ഇവരുടെ ഭരണം എങ്ങനെ ആയിരിക്കും നമുക്കറിയാം. അതുപോലെ തന്നെ ഈ പറയുന്ന ചില വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന കോളേജിൽ പഠിക്കുന്ന സ്ത്രീകൾക്ക് 1000 രൂപ മാസം കൊടുക്കുമെന്നും, ഈ പറയുന്ന KSRTC ബസ്സുകൾക്ക് സ്ത്രീകൾക്ക് ഈ പറയുന്നത് പോലെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാമെന്നും, അത്തരത്തിൽ ഈ പറയുന്ന മെഡിക്കൽ ഇൻഷുറൻസുകൾ കൊടുക്കുമെന്നും, അതുപോലുള്ള പല കാര്യങ്ങളും UDF സർക്കാരിൻ്റെ വാഗ്ദാനത്തിലുണ്ടായിരുന്നു. ഇതൊക്കെ കൃത്യമായിട്ട് സംഭവത്തിൽ ഈ പറയുന്നത് പോലെ യാഥാർത്ഥ്യത്തിലേക്ക് ആക്കിയെടുക്കാനായിട്ട് ഈ പറയുന്ന മുഖ്യമന്ത്രി ആവുന്നത് ആരും ആയിക്കോട്ടെ ഈ പറയുന്ന വി.ഡി. സതീശൻ സാർ ആകണമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു താല്പര്യം. ആരുമായി കഴിഞ്ഞാലും ആ ഒരു മന്ത്രിസഭയ്ക്ക് കൃത്യമായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തൊക്കെയാണെങ്കിലും ജനങ്ങളുടെ ഈ ഒരു ജനവിധി അതൊരിക്കലും തെറ്റായി പോയി എന്നുള്ള രീതിയിൽ ജനങ്ങൾക്ക് ഉള്ളിലൊരു ഇത് വരരുതല്ലോ. അതായത് നമ്മൾ വിജയിപ്പിച്ച സർക്കാർ നമ്മളെ വീണ്ടും പറ്റിച്ചു എന്നുള്ളൊരു വരാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു UDF സർക്കാരിനെങ്കിലും നമ്മുടെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവർക്ക് വേണ്ടത് എന്താണോ അതുപോലെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നൊരു ചോദ്യം ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അതിലേക്ക് 3 കാൻഡിഡേറ്റ്സിൻ്റെ പേരാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഒന്ന് വി.ഡി. സതീശൻ സാർ തന്നെയാണ്. ദെൻ അടുത്തതായിട്ട് KC വേണുഗോപാലിൻ്റെ പേര് ശക്തമായിട്ട് കേൾക്കുന്നുണ്ട്. അടുത്തതായിട്ട് രമേശ് ചെന്നിത്തല. ഇവർ 3 പേരുകളാണ് ഇപ്പോൾ കേട്ടുവരുന്നത്. ഇവർ 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും കേരള സംസ്ഥാനത്തിൻ്റെ 2026 മുതൽ 2031 വരെയുള്ള മുഖ്യമന്ത്രി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ പറയുന്ന UDFന് ഒരു വലിയൊരു വിജയം നേടിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
അപ്പോൾ എന്തൊക്കെയാണെങ്കിലും UDF സർക്കാരിന് ജനങ്ങൾ അർപ്പിച്ച ഈ ഒരു വിശ്വാസം, അല്ലെങ്കിൽ ജനങ്ങൾ UDFന് കൊടുത്ത ഈ ഒരു സപ്പോർട്ട് കൃത്യമായിട്ട് വിനിയോഗിക്കാനായിട്ട് UDF സർക്കാരിലെ എല്ലാ മന്ത്രിമാർക്കും അല്ലെങ്കിൽ എല്ലാ MLA മാർക്കും സാധിക്കട്ടെ എന്നുള്ള കാര്യം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ പറയുന്ന ജനവിധി നിങ്ങൾക്കൊപ്പമാണ്. അപ്പം ഇനി ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടത് അവരവരുടെ ഈ പറയുന്ന ഓരോരോ കാര്യങ്ങളും ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാനും ഈ ഒരു മന്ത്രിസഭയ്ക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഈ പറയുന്ന ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഫൈനൽ കൗണ്ടിംഗ് എന്ന് പറയാം. 140 സീറ്റുകളാണ് മുഴുവൻ. 102 സീറ്റുകളാണ് UDF സർക്കാരിന് നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത്. 140-ൽ 35 സീറ്റുകളാണ് ഈ പ്രാവശ്യം LDF സർക്കാരിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ BJPയുടെ കാര്യം ഏകദേശം 140-ൽ 3 സീറ്റുകൾ നേടിയെടുക്കാനായിട്ട് ഈ ഒരു വർഷം BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന BJP കൂടി ഈ പറയുന്ന കേരളത്തിൽ കൃത്യമായിട്ടൊരു ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ടെന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിജയത്തിൽ എല്ലാവരും കൃത്യമായിട്ട് പങ്കുകൊള്ളുക. ഈ പറയുന്ന മന്ത്രിസഭകളിൽ ഏതൊക്കെ മന്ത്രിമാരായിരിക്കും ഇനി വരാൻ പോകുന്നത്, ആരായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് വരാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള താല്പര്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്